ബഹുമാനാദരവുകൾ നിറഞ്ഞ യോഗാധ്യക്ഷൻ, യോഗ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ പി കെ രാധചേച്ചി, മുഖ്യ പ്രഭാഷണം നടത്തി സദസ്സിനെ അലങ്കരിച്ച നൌഷാദ് സാഹിബ്, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, എന്നെ ശ്രമിക്കുന്ന SDPയുടെ കർമ്മഭടന്മാരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, സർവേശ്വരന്റെ അനുഗ്രഹങ്ങൾ നാം ഓരോരുത്തരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. When two resistors, let me consider that resistors R1 and R2. If these two resistors are connected in series, then the effective resistance will be R1 plus R2. And if these two resistors are connected in parallel, then the effective resistance will be R1 R2 divided by R1 plus R2. 122 ദിവസത്തെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ക്ലാസ് മുറികൾ ലഭ്യമാകാത്ത അവസ്ഥയിൽ എന്റെ വേദനകൾ തീർക്കുന്നത് ഇന്ന് ഇത്തരത്തിലുള്ള വേദികളിലൂടെയാണ്. ഒരൽപ്പം ഇലക്ട്രോണിക്സിന്റെ കഷണം പറഞ്ഞുകൊണ്ട് എന്റെ മനോവേദന തീർത്തതാണ്, മറ്റൊന്നുമല്ല എന്ന് ആമുഖമായി പറയട്ടെ. ഭരണകൂട ഭീകരതയെക്കുറിച്ചും പോലീസ് ഗൂഢാലോചനയെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ് നമ്മുടെ പോലീസ് ഭരണകൂടങ്ങളൊക്കെ നമ്മളോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 9 മണിക്ക് മുമ്പ് നിർത്തിക്കൊള്ളണമെന്നാണ് നിർദ്ദേശമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മറ്റു വേദികളൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഓർക്കുന്നു. ഏതായിരുന്നാലും ലോകപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കിയ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫ് ജൂലൈ 4-ാം തീയതി ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ്, അഥവാ സംഭവം നടന്ന് 1 മാസം കഴിഞ്ഞാണ് ഈയുള്ളവനെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ 1 മാസത്തിനുള്ളിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പലവട്ടം ഞാൻ ചെല്ലുകയും എന്നെ വിളിച്ചു വരുത്തുകയും പ്രസ്തുത വിഷയത്തിൽ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നിരപരാധിയാണെന്ന് കണ്ട് ബോധ്യപ്പെട്ട് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കപ്പെട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇലാഹിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇലക്ട്രോഫ്യൂഷൻ 2010 എന്ന അസോസിയേഷൻ ഇനാഗുറേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം, അഥവാ ഓഗസ്റ്റ് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച, എന്നോട് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നിർദ്ദേശം പോലീസ് എന്നോട് വച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമായി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന നിലയ്ക്ക് എനിക്ക് കോളേജിൽ പോകേണ്ടതുണ്ട്, അതിനനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാറൊന്ന് വന്നു പോയാൽ മതി, സ്റ്റേറ്റ്മെന്റ് എഴുതി ഉടനെ വിട്ടയച്ചേക്കാം എന്നാണ് പറഞ്ഞത്. അന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അനുവദിക്കപ്പെട്ടു. വൈകുന്നേരം 4:30 ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോണ്ടനോമകളിൽ ഒന്നായ ആലുവ പോലീസ് ക്ലബിലേക്ക് എന്നെയും ഇന്നും വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരപരാധിയായ മാഹിൻ എന്ന സഹോദരനെയും പോലീസ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മാഹിനെ ഓപ്പോസിറ്റ് ഒരു മുറിയിൽ നിർത്തിക്കൊണ്ടും എന്നെ തൊട്ടടുത്ത ഒരു ഹാള് മാത്രമാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ള വ്യത്യാസം. ക്രൂരമായ ചോദ്യം ചെയ്യലായിരുന്നു. അതുവരെ സാറേ സാറേ എന്നൊക്കെ വിളിച്ചിരുന്ന എന്നെ അക്ഷരമാലയിലെ, നമ്മുടെ ജഗതി ശ്രീകുമാർ പറയുന്നത് പോലെ അക്ഷരമാലയിലെ മറ്റു ചില പദങ്ങൾ പറയണ അക്ഷരം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലെ, ആ അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാക്കിധാരികളായ നമ്മുടെ ഗവൺമെന്റ് ശമ്പളം ഏറ്റുവാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ശാരീരികമായി ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നുകൂടി ഞാൻ ഓർക്കുന്നു. നിഷ്ഠൂരമായി ആക്രമിച്ചു മർദ്ദിച്ചൊതുക്കി 2 കരണങ്ങളിൽ അടിച്ച് ബോധരഹിതനായി പൊക്കിളിന്റെയും മുകളിലും താഴെയുമൊക്കെ മർമ്മപ്രയോഗം വരെ നടത്തി കറക്കി
എങ്ങനെയൊക്കെയോ ബോധരഹിതനായി നിലം പതിച്ച് കൊലയാടി മോനെ എന്ന് പറഞ്ഞിട്ടാണ് DYSP ഒക്കെ പൊക്കി പിടിച്ച് വീണ്ടും മർദ്ദിക്കുന്നത്. എന്നെ മർദ്ദിക്കുന്നത് കണ്ട മാഹിൻ എന്ന സഹോദരൻ അദ്ദേഹം കരയാണ്. പക്ഷെ എനിക്ക് കരച്ചിലൊന്നുമില്ല. കാരണം ഞാൻ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് റജീനയൊന്നും മൊഴി കൊടുത്തിട്ടല്ലല്ലോ. പ്രവാചക പുങ്കവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ച് ചോദ്യപേപ്പർ തയ്യാറാക്കിയ പ്രൊഫസർ TJ ജോസഫിനെ ആരോ ആക്രമിച്ചതിന്റെ പേരിലാണ് ഈയുള്ളവൻ ആക്രമിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പോലീസിന്റെ ക്രൂരതയ്ക്ക് മൃഗീയമായ അക്രമങ്ങൾക്ക് ഇരയായത് എന്ന ആ ഉറച്ച ബോധ്യം എന്നെ വേദനിപ്പിച്ചില്ല. അന്ന് രാത്രി എന്നെ വീണ്ടും എന്നെയും മാഹിനെയും മൂവാറ്റുപുഴ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. രാത്രിയുടെ യാമങ്ങൾ പോലീസ് സ്റ്റേഷന്റെ ഒരു ഇടനാഴിയിൽ എന്നെയും മാഹിനെയും കൈ വിലങ്ങ് ഒരു കൈയിലും മറ്റു വിലങ്ങ് പിന്നെ ജനലഴിയിലും ബന്ധിച്ചുകൊണ്ട് കിടക്കുകയാണ്. കിടന്നുറങ്ങാൻ നേരം എന്റെയും മാഹിന്റെയും കൈകൾ കൂട്ടികൾ ഒറ്റ വിലങ്ങിൽ കൈവച്ചുകൊണ്ട് വിലങ്ങാക്കിക്കൊണ്ട് കിടന്നോളാൻ പറഞ്ഞു. മലയാള മനോരമയുടെ പേപ്പർ നിരത്തിരിച്ച് ഞങ്ങൾ ആ രാത്രി തള്ളി നീക്കുക. അപ്പോ മാഹിൻ എന്ന വ്യക്തിയെ എനിക്ക് അപ്പോ അറിയില്ല. അദ്ദേഹം ഞാനൊരു കോളേജ് അധ്യാപകനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹം ഞാനിങ്ങനെ കിടന്ന് ഉറക്കം വരാതെ അടികൊണ്ട് നല്ല വേദനയുണ്ട് ഇങ്ങനെ മറിയ തിരിയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം കൈകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. കാരണം ഞാനൊരു അധ്യാപകനെ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു. പ്രിയമുള്ളവരെ, വളരെ വേദനിക്കുന്ന അനുഭവങ്ങളായിരുന്നു എനിക്കുണ്ടായത്. ഓഗസ്റ്റ് മാസം 7-ാം തീയതി എന്നെ നേരത്തെ മർദ്ദിച്ചു എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ചിന്റെ ഉന്നതനായ ആ മനുഷ്യൻ വീണ്ടും മൂവാറ്റുപുഴ സ്റ്റേഷനിലേക്ക് വരികയും സിഐയുടെ ഓഫീസിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടു പോയിട്ട് വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് മാസം 7-ാം തീയതി ശനിയാഴ്ച. ഞാൻ ഈ ഡേറ്റുകളൊക്കെ പറയുന്നത് പോലീസിന്റെ മറ്റൊരു കഥ പറയാനാണ്. നീ SDPIയെ കുറിച്ച് ഇപ്പോൾ എന്ത് പറയുന്നു, നിന്നെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയ നിന്റെ നേതാക്കന്മാരെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നു, രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി ഉറച്ചു വിശ്വസിക്കുന്ന, ഉറക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഷൂസിട്ട കാലം കൊണ്ട് ചവിട്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, മുസ്ലിമായ നിനക്കൊക്കെ എന്ത് മതേതരത്വം, മുസ്ലിമായ നിനക്കൊക്കെ എന്ത് ജനാധിപത്യം. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന കാക്കി ധരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നത് എന്നിൽ ഇന്നും വേദനയുണ്ടാക്കുകയാണ്. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള രാജ്യം ഇതല്ല, ഞാൻ മനസ്സിലാക്കിയുള്ള രാജ്യത്തിന്റെ മതേതര സ്വഭാവം ഇതല്ല, ഞാൻ മനസ്സിലാക്കിയുള്ള രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ ഇതല്ല, ഞാൻ കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ നന്മയുള്ള ജനാധിപത്യ മതേതര വ്യവസ്ഥിതി ഇതായിരുന്നില്ല. മുസ്ലിമായി പിറന്നതിന്റെ പേരിൽ മാത്രം ക്രൂരമായ പോലീസിന്റെ അക്രമങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നു. 48 മണിക്കൂറിന് ശേഷം ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞായറാഴ്ച എന്നെ അറസ്റ്റ് ചെയ്യുന്നു. 6-ാം തീയതി കസ്റ്റഡിയിലെടുത്ത് 7-ാം തീയതിയും കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചതിന് ശേഷം 8-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്യുന്നു. എന്റെ അനുജൻ ഷിഹാബ് എന്ന വ്യക്തി, എന്റെ അളിയൻ അബൂബക്കർ എന്ന സഹോദരൻ, ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു. അവരോട് ബന്ധുക്കൾ എന്ന രീതിയിൽ ഒപ്പിടാൻ പറഞ്ഞു. അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ടപ്പോൾ പറയാ 7-ാം തീയതി ഡേറ്റ് വെച്ച് കൊടുത്തു. അതെന്താ? 6-ാം തീയതി കസ്റ്റഡിയിലെടുത്തയാളെ 24 മണിക്കൂറിന് മുമ്പിൽ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുന്ന നിയമമുണ്ട്. അതുകൊണ്ട് 7-ാം തീയതി ഡേറ്റ് ഇട്ട് വെച്ച് 8-ാം തീയതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് ആരാ പറയുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ കശ്മലന്മാർ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും പച്ചയായി ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അക്രമിക്കൂട്ടങ്ങൾ, ഞാൻ പറയുന്നു, അണ്ടർവെയർ കാവിയും മുകളിൽ കാക്കിയും ധരിക്കുന്ന ഈ കൂട്ടർ, ഞാൻ എന്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അല്ല പറയുന്നത്, ആത്മാർത്ഥതയുള്ള തന്റേടമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ മനുഷ്യൻ, ഞാൻ മനുഷ്യന്റെ പേര് പറയുന്നില്ല, വെയിൽ കണ്ടീഷനിലുള്ള ഒരു വ്യക്തിയാണ് ഞാനിവിടെ. 47-ാം പ്രതിയായി എന്നെ കള്ളക്കേസിൽ കുടുക്കി